ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വൈറ്റനിങ് ഫേസ് പാക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, ഇത് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ? അപ്പോൾ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് 1 ഗ്ലാസ് വെള്ളം ആവശ്യമാണ്. ഞാൻ കറക്റ്റ് 1 ഗ്ലാസ് വെള്ളം തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു. ഇനി നമുക്ക് ആവശ്യം 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ്. ഞാൻ ബ്രൂവിൻ്റെ എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന ഏത് കാപ്പിപ്പൊടിയാണെങ്കിലും എടുക്കാം. ഇനി നമുക്ക് ആവശ്യം 2 ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ ചായപ്പൊടി, 2 ടീസ്പൂൺ. അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം. നമ്മുടെ ഇതിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണുള്ളത്. ഇത് നന്നായി കുറുക്കി ഇതിനെ 4-1 എടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ചൂടാക്കി കുറുക്കി എടുത്തിട്ടുള്ളതാണ്. കുറച്ചുകൂടി ബാക്കിയുണ്ട്, അത് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫേസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു ചെറിയ സാധനം കൂടി ചേർക്കാനുണ്ട്. കുറച്ച് ഗോതമ്പ് പൊടിയാണിത്. കുറച്ചായി ചേർക്കാം, കാരണം എന്നാലേ ആ പൊടികളെല്ലാം ഒന്ന് സെറ്റാവുള്ളൂ. ഏകദേശം നമുക്ക് ഫേസിന് അപ്ലൈ ചെയ്യുന്നൊരു കൺസിസ്റ്റൻസിയിൽ മതി. ഇത് ഇച്ചിരി കട്ടി കൂടി, ഞാൻ കുറച്ചുകൂടി ആ വെള്ളം ഒഴിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഞാൻ കുറച്ചുകൂടി ഒഴിച്ച്, പച്ചവെള്ളം അല്ല കേട്ടോ, കാപ്പിപ്പൊടിയും ചായപ്പൊടിയും കൂടി മിക്സാക്കിയ ആ ഒരു ഇത്. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലൊരു ചെറിയ സംഭവം കൂടി ചേർക്കാനുണ്ട്. ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്തെടുത്താണ്. ഇത് അധികമായിട്ടൊന്നും വേണ്ട, കുറച്ച് ഒരു 2-3 തുള്ളി മതി. ഞാൻ അത്രേ തന്നെ ആക്കിയിട്ടുള്ളൂ. ഇത് കണ്ടോ, നന്നായി പിഴിഞ്ഞിട്ടില്ല. നമ്മുടെ മുഖത്തിന് ചെറുനാരങ്ങ ആവശ്യമില്ല. കുറച്ചൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം, ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കയ്യിൽ അപ്ലൈ ചെയ്യാം. നന്നായി എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കൈയോ കാലോ ഒന്നും അനക്കാതെ ഇരിക്കണം. കാരണം ഇത് അനക്കും തോറും നമുക്കത് നെഗറ്റീവായിട്ട് ഫലം ചെയ്യുള്ളൂ. നമ്മളപ്പോൾ ഇങ്ങനത്തെ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന നേരം അനക്കാതെ വെക്കണം. അതുമാത്രമല്ല, 15 മിനിറ്റിൽ കൂടുതൽ ഒരു ഫേസ് പാക്കും നമ്മുടെ ഫേസിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി അപ്ലൈ ചെയ്യരുത്. കാരണം അതും നമുക്ക് നെഗറ്റീവായിട്ടേ വരാറുള്ളൂ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ നെഗറ്റീവ് ഫലം കിട്ടാറുള്ളൂ. അപ്പോൾ 15 മിനിറ്റിൽ കൂടുതലൊന്നും അപ്ലൈ ചെയ്യരുത്. അതുപോലെ തന്നെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അനക്കാതെ ഫേസ് വയ്ക്കണം. ഇപ്പോൾ ഏകദേശം എല്ലായിടത്തും ആയിട്ടുണ്ട്. നമുക്കിനി ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്, കഴിഞ്ഞിട്ടില്ല കേട്ടോ. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം എല്ലാം ഡ്രൈ ആയി വന്നു. 15 മിനിറ്റ് ആയപ്പോൾ തന്നെ കുറച്ച് ഡ്രൈ ആവാൻ ബാക്കിയുണ്ട്. എങ്കിലും ഞാൻ കൂടുതൽ സമയം വെക്കുന്നില്ല എന്ന് ആലോചിച്ചിട്ട് വാഷ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ഓഫ് ചെയ്തിട്ട് വരാം. വാഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. മാറ്റം അറിയുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം എനിക്ക് നല്ലപോലെ മാറ്റം അറിയുന്നുണ്ട്. കണ്ടോ, ഇനി ഇത് വേറെ ആരുടെയും കൈയാന്ന് തെറ്റിദ്ധരിക്കരുത്, ഇത് എൻ്റെ കൈ തന്നെയാണ്. നല്ല മാറ്റം എനിക്ക് അറിയുന്നുണ്ട്. കണ്ടോ, ഒരു 2-3 ഷെയ്ഡൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. കാരണം ആ കാപ്പിപ്പൊടിയും അതേപോലെ നന്നായി അങ്ങ് അതിൽ ചേർന്നിട്ട് നല്ലൊരു എഫക്റ്റ് തന്നെയുള്ളത്.
ഇത് ഏകദേശം ഒരു വീക്കിൽ 2 തവണയൊക്കെ ചെയ്യാവുന്നതാണ്. നല്ല മാറ്റം അറിയും. അപ്പം ഞാൻ എന്തായാലും നല്ല ഹാപ്പിയാണ്. കാരണം നല്ല ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.